പ്രതിഷേധം സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും നിരോധിച്ചിട്ടൊന്നുമില്ല. റിപ്പോർട്ടടക്കം വന്നിട്ടുണ്ട്. പഴയകാല വിദ്യാർത്ഥി നേതാക്കൾ തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ. അഡ്വക്കേറ്റ് എ സമ്പത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഒന്നും ആരും തള്ളി പറയുന്നില്ല, സമരത്തെ തള്ളി പറയുന്നില്ല, കരിങ്കൊടി പ്രതിഷേധത്തെയും തള്ളി പറയുന്നില്ല. പക്ഷേ കരിങ്കൊടി കാണിക്കാൻ എത്തിയവർ, താങ്കൾ കല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഭിന്നശേഷിക്കാരനെ അടക്കം തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ കാലുയർത്തുന്ന ഡിവൈഎഫ്ഐ വോളണ്ടിയറെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അങ്ങും ദൃശ്യങ്ങളിൽ കണ്ടു കാണുമല്ലോ. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് ആത്മഹത്യാശ്രമം നടത്തിയപ്പോൾ ജീവൻ രക്ഷാ ശ്രമമാണ് അവിടെ നടന്നതെന്ന് വിശേഷിപ്പിച്ചതും പറഞ്ഞതുമൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ്. അതൊക്കെ അങ്ങ് മറന്നു പോകുന്നതാണോ? അപ്പോൾ അവിടെ പോലീസ് അല്ലല്ലോ ഇടപെട്ടത്, ഡിവൈഎഫ്ഐ അല്ലേ ഇടപെട്ടത്. അപ്പോൾ ഡിവൈഎഫ്ഐ അവിടെ ഇടപെടുകയും പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ കയ്യിലെടുക്കുകയും ചെയ്യുന്ന, നിയമം കയ്യിലെടുക്കുന്ന പ്രവൃത്തി അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കി ഒപ്പം പോകുന്നവരല്ലേ. അവർ പോലീസിന്റെ പണിയെടുത്തതോ? അനിൽ കല്ലിയൂരും സന്ദീപും ഒക്കെ ചെയ്തത് എന്താണ്? അഡ്വക്കേറ്റ് എ സമ്പത്ത്, അതേക്കുറിച്ചുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അഡ്വക്കേറ്റ് ശ്രീപത്മനാഭന്റേതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു മറുപടി പറഞ്ഞു പോകാം. താങ്കൾ ഒരു വനിതയാണ്. നമ്മളൊരു തീവണ്ടി ആഫീസിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ആരെങ്കിലും താങ്കളെ പിടിച്ച് തള്ളി തീവണ്ടിപ്പാളത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് എനിക്ക് നേരിട്ട് നമ്മൾ തമ്മിൽ പരിചയമില്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണ് എന്ന് പോലും കരുതാതെ ഒരുപക്ഷെ എനിക്ക് താങ്കളുടെ ശരീരത്തിൽ പിടിച്ച്, ചിലപ്പോൾ തലമുടിക്ക് പിടിച്ച്, അല്ലെങ്കിൽ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് മറിച്ചിടേണ്ടി വരും. വരുന്നത് തീവണ്ടിയാണ്. ഞാൻ ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ദേഹത്ത് പിടിച്ചു എന്ന് വേണമെങ്കിൽ അതും പറയാം. എൻ്റെ മേലും അത് ആരോപിക്കാം. ഇനി ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി വരുന്നു, അത് സഖാവ് പിണറായി വിജയനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഇത്തരത്തിലൊരു സന്നിഗ്ധാവസ്ഥയിലാണ്. എൻ്റെ വീടിന് ചുറ്റുവട്ടത്തുകൂടി അങ്ങനെ മുഖ്യമന്ത്രി പോയാൽ എൻ്റെ വീട്ടുകാരും ഞാനുമെല്ലാം പുറത്തിറങ്ങി നിൽക്കുന്ന പോലെ അയൽവക്കക്കാരും പുറത്തിറങ്ങി നിൽക്കും കാണാനായി. ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി പ്രധാനമന്ത്രി പോകുന്നുവെങ്കിൽ ആ സുരക്ഷാ സംവിധാനത്തിനിടയിൽ കൂടിയാണെങ്കിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കും. അപ്പോൾ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന വാഹനത്തിന് മുന്നിലേക്ക് ആര് ചാടാനായി ശ്രമിച്ചിരുന്നാലും, അതിന് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്ന വണ്ടിക്ക് മുന്നിൽ ചാടാനായി ആരെങ്കിലും, അതിന് ഡിവൈഎഫ്ഐക്കാർ ചാടാൻ ശ്രമിച്ചാലും അതല്ലെങ്കിൽ ഇനി യൂത്ത് കോൺഗ്രസ്സുകാർ ചാടാൻ ശ്രമിച്ചാലും എൻ്റെ മുന്നിൽ വെച്ചാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കയറി പിടിക്കുകയോ വലിച്ചെടുത്ത് പുറത്തിടുകയോ ഒക്കെ ചെയ്യും. ഞാൻ ആരും തല്ലുന്നതിനെ ഒന്നും ന്യായീകരിച്ചിട്ടൊന്നുമല്ല ഈ പറയുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അങ്ങനെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ. ആ കേസ് സംബന്ധിച്ചുള്ള കാര്യത്തിന്റെ വിചാരണ കഴിഞ്ഞതിന് ശേഷമാണല്ലോ മറ്റു കാര്യങ്ങൾ പുറത്തു വരിക. ഞാൻ അതിനെല്ലാം ന്യായീകരിക്കല്ല. അഡ്വക്കേറ്റ് എ സമ്പത്ത്, തല്ലിയിട്ടുണ്ടെങ്കിൽ എന്നാണോ അങ്ങ് ഇപ്പോഴും പറയുന്നത്? ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അതെ, ഞാൻ അതാണ് പറയുന്നത്. ഒരാളുടെ ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഈ ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു യൂസ് ദ ഫോഴ്സ് എന്നുള്ളത് ഞങ്ങൾ ചില വക്കീലന്മാരുടെ ഭാഷയിൽ ചിലപ്പോൾ പറയും. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ, മറ്റൊരാളുടെ ദേഹം രക്ഷിക്കാൻ, മറ്റൊരാളുടെ സ്വത്ത് രക്ഷിക്കാൻ, എൻ്റെ മാത്രമല്ല, ചിലപ്പോൾ അത്തരത്തിൽ ഇടപെടുന്നതിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹം അപ്പുറത്തുണ്ടല്ലോ, ശ്രീപത്മനാഭൻ അപ്പുറത്ത്, അഡ്വക്കേറ്റ് അദ്ദേഹം അപ്പുറത്തുണ്ടല്ലോ. എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ അത് അഭിഭാഷകരോട് ചോദിച്ചു നോക്കൂ. ഞാനിപ്പോൾ കോടതിയിലെ ന്യായങ്ങളൊന്നും ഇവിടെ പറയാനൊന്നുമല്ല ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ അതൊരു റൈറ്റ് ഓഫ് ഡിഫൻസ് എന്നുള്ളത് സെൽഫ് ഡിഫൻസ് മാത്രമല്ല, ഇത്തരം ചില കാര്യങ്ങളിൽ പറയണം. അവിടെ തല്ലി, അത് ആ ഇൻറ്റൻഷനോടുകൂടി തല്ലണമെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തല്ലാൻ വേണ്ടി തന്നെ വന്ന് ഒരാളിനെ കൃത്യമായി നോട്ട് ചെയ്ത് അവിടെ വെച്ച് തല്ലി എന്നുള്ളതാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. അത്തരം വേറൊരു സന്ദർഭത്തിലുണ്ടാകുന്ന വേറൊരു കാര്യമാണ്. ഇതേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. നമ്മളിപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ, അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഗവർണറല്ല ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും പുറത്തിറങ്ങി അത്തരത്തിൽ അവരോട് ഇടപെടുക എന്നുള്ളത് അത് ചട്ടവിരുദ്ധമായ കാര്യമാണ്. You are watching Reporter Evening Show.